ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ അഥവാ അമിതമായ ഉത്കണ്ഠയും പേടിയൊക്കെ ഉള്ള ആൾക്കാർ. പുറമേ നിന്ന് നോക്കിക്കാണുന്ന ഒരാൾക്ക് ഇവരിൽ അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നും ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ വെറും ഒരു ടെൻഷൻ എന്നുള്ള രീതിയിലാണ് പലരും ഈ അസുഖത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ അസുഖത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇത് അനുഭവിച്ച ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. നിർഭാഗ്യവശാൽ ഇത് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ വേറൊരാൾക്ക് സ്വയം മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ അസുഖം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇവർക്ക് സാധാരണ മറ്റുള്ള ആളുകളെ പോലെ ഉറങ്ങാൻ കഴിയില്ല എന്നുള്ളത്. ഉറങ്ങാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ചിലപ്പോൾ തീരെ ഉറക്കം കിട്ടാറില്ല. ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വരും. ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ സ്വയം ആലോചിച്ച് കൂട്ടുന്നൊന്നല്ല കേട്ടോ, ഓട്ടോമാറ്റിക് ഇവർ മനസ്സിലേക്ക് ഓരോ ചിന്തകൾ ഇങ്ങനെ വരികയാണ്. അത് നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അത് കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. ഇനി എങ്ങാനും അത് അതിജീവിച്ച് ഉറക്കത്തിലേക്ക് പോകുകയാണെങ്കിൽ ആ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു കാളൽ വരിക, ഒരു നെഞ്ചിടിപ്പ് വരിക, നെഞ്ചിലൊരു ഭാരം കയറ്റി വെച്ച പോലെ വരിക, പിന്നെ പെട്ടെന്ന് വിയർക്കുക. ഈ ഒരു സംഭവം വരുമ്പോൾ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നൊരു സ്ഥിതിയുണ്ട്. ഇത് ഓരോ പ്രാവശ്യം ഉറക്കത്തിലേക്ക് പോകുമ്പോഴും ഇങ്ങനെ വരും. അപ്പോൾ ഉറങ്ങാൻ തന്നെ പേടിയാകുന്ന ഒരു അവസ്ഥയാണ് ഇവർക്ക് ഉണ്ടാകുക. മാത്രമല്ല, ഇനി എങ്ങാനും ഇവർ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സംഭവങ്ങൾക്ക് പോലും, ചെറിയ ഒരു ട്രിഗറിന് പോലും ഇവരുടെ ഉറക്കം നഷ്ടപ്പെടുത്താൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് പെട്ടെന്ന് വാതിൽ തുറക്കുക, സ്വിച്ച് ഇടുന്ന ശബ്ദം, ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിലൊരു ശബ്ദം വന്നു കഴിഞ്ഞാൽ ഇവരുടെ സ്ലീപ്പ്, ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ പ്രോപ്പറായിട്ട് ഉറങ്ങാറില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഇവരലട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിൽ ഓരോരോ ചിന്തകളായിരിക്കും. അതും ഇവർ സ്വയം ചിന്തിച്ചു കൂട്ടുന്നതല്ല, മനസ്സിലേക്ക് ഓരോന്ന് വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയാമെന്ന് വെച്ചെങ്കിൽ, ഇപ്പം നമ്മുടെയൊക്കെ കയ്യിൽ എന്തെങ്കിലും ചെടീൻ്റെ മുള്ള് കുത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതങ്ങ് തുടച്ച് കളയും. വലിയ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ഇവരെന്താ ചെയ്യാന്നറിയോ? ഇവരിപ്പോൾ മുള്ള് കുത്തി കഴിഞ്ഞാൽ ഇവർ ആലോചിക്കുകയാണ്. അത് ഇവർ ഇല്ലെങ്കിൽ ആലോചിക്കുന്നതല്ല കേട്ടോ. ആലോചിക്കുകയാണ് എന്ത്, ഈ ചെടീൻ്റെ മുള്ളിൽ വല്ല പൂച്ചേൻ്റെയോ പട്ടീൻ്റെയോ ഉമിനീരെന്തെങ്കിലും ആയിട്ടുണ്ടാവുമോ? പാമ്പെങ്ങാനും വല്ല വിഷവും ചീറ്റിയിട്ടുണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് തട്ടിക്കുകയാണെങ്കിൽ എനിക്ക് റാബീസ് വരൂലേ, എനിക്ക് പേവിഷബാധ ഏൽക്കൂലേ, എനിക്ക് പാമ്പിൻ്റെ വിഷം ഏൽക്കൂലേ? ഇതിങ്ങനെ ആലോചിക്കുക. ഇത് മനസ്സിൽ നിന്ന് പോണേ ഇല്ല. അതാണ് പ്രശ്നം. ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, ഓരോ വിഷയത്തിലും ഇങ്ങനെ ഇവർക്ക് ഓരോന്ന് മനസ്സിലേക്ക് ചിന്തകളായിട്ട് വരും. എന്നിട്ട് അത് സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങും. ഒരു പരിധി വിട്ട് ഈ ചിന്തകൾ കൂടാന്നുണ്ടെച്ചെങ്കിൽ ശരീരം അതിന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. നെഞ്ചിടിപ്പ് ക്രമാതീതമായിട്ട് ഉയരാൻ തുടങ്ങും. ഇത് പൊട്ടിപ്പോകുന്നൊക്കെ തോന്നും. ഹാർട്ട് ഇവിടുന്ന് അങ്ങ് പൊട്ടിപ്പോകുന്നൊക്കെ തോന്നും. നെഞ്ചിൽ ഭയങ്കരമായിട്ട് ഭാരം കയറ്റി വെച്ച പോലത്തെ ഒരു പ്രയാസമായിരിക്കും. ഇടത് കൈയിലേക്കും കഴുത്തിന് മുകളിലേക്കും ഈ പ്രയാസം അങ്ങനെ കയറിപ്പോകാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇവർ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ആലോചിക്കും, എനിക്കെന്തോ സംഭവിക്കാൻ പോവാണ്, ഞാനിപ്പോൾ മരിച്ചു വീഴും, അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് വരാൻ പോകുന്നത് എന്ന് ഇവർ മനസ്സിൽ ഉറപ്പിക്കും. അപ്പോൾ ഓൾറെഡി ഉള്ള ടെൻഷൻ്റെ കൂടെ മരണഭയം കൂടെ വരും. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം കൂടെ ഒന്നുകൂടെ കൂടും. മാത്രമല്ല, ശ്വാസം എടുക്കാൻ വരെ പ്രയാസം അനുഭവിക്കുന്ന പോലെ ഇവർക്ക് തോന്നും. കിട്ടാത്ത ശ്വാസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നീട്ടി വലിക്കും. അത് കാരണം കൈയും കാലൊക്കെ ഇങ്ങനെ കോച്ചി പിടിക്കാൻ വേണ്ടിയിട്ടും തുടങ്ങും. ഇതുകൂടെ ആകുമ്പോൾ ഇവരുടെ ഭയം ഇരട്ടിയാകും. അങ്ങനെ ഇവർ ശരീരം പറ്റെ തളർന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരാണ് ഇവരെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരിക. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിനെയാണ് നമ്മൾ പാനിക് അറ്റാക്ക് എന്ന് പറയാം. ഈ അസുഖത്തിൻ്റെ ഒരു എക്സ്ട്രീം, ഒരു ഏറ്റവും കൂടിയ ഒരു ലെവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരിക്കൽ പാനിക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് മനസ്സിലേക്ക് ഓരോ തോട്ട്സ് വരുന്ന സമയത്ത് എനിക്കിനി അന്ന് സംഭവിച്ച പോലെ ഈ അറ്റാക്ക് വരുമോ എന്നുള്ള ചിന്തയും ഇവരുടെ മനസ്സിലേക്ക് വരും. പിന്നെ ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു ഇവർക്ക് രാത്രി ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പകൽ സമയത്ത് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കുട്ടികളൊക്കെ ചിലപ്പോൾ അടിച്ചു എന്നൊക്കെ വരാം. അപ്പോൾ കൂടെയുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഇത് മനസ്സിലാക്കുക, ഈ അസുഖത്തിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ അസുഖത്തിന് എന്താണ് പരിഹാരം, എങ്ങനെയാണ് ഇതിനെ നമ്മൾ ചികിത്സിക്കുക? ആദ്യമായിട്ട് ഈ അസുഖമുള്ള ആൾക്ക് അയാൾ പറയുന്നത് കേൾക്കാനും അയാളെ മനസ്സിലാക്കാനും അയാളുടെ വിഷമങ്ങൾ തുറന്നു പറയാനും ഒരാളുണ്ട് എങ്കിൽ പകുതിയിലധികം ആശ്വാസം ഉണ്ടാകും. അപ്പോൾ കൂടെയുള്ള ആളുകൾ, ഈ അസുഖമുള്ള ആളുകൾ പറയുന്നത് കേൾക്കാനും
അവരെ ആശ്വസിപ്പിക്കാനും സമയം കണ്ടെത്തണം. പറയുമ്പോഴേക്കിന് അത് ടെൻഷനാണെന്നും പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ബുദ്ധിമുട്ട് കൂടുകയേ ചെയ്യുള്ളൂ. പിന്നെ ഉറങ്ങാനുള്ള പ്രയാസം ഈ അസുഖത്തിൻ്റെ വളരെ വലിയൊരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള പരിഹാരം നമ്മൾ ചെയ്തു കൊടുക്കണം. ഇവരുറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ നമ്മൾ ഇവരെ ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. റൂമിൽ നല്ല ഇരുട്ട് വേണം. അതുപോലെ തന്നെ നമ്മൾ പോയിട്ട് ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. മൊബൈലിൽ അവർ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇവർക്ക് ശാന്തമായി സുന്ദരമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ എന്താണോ വേണ്ടത് അത് നമ്മൾ ചെയ്തു കൊടുക്കണം. ഇനി ഇതെല്ലാം ചെയ്ത് കൊടുത്തിട്ടും വീണ്ടും ഈ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ എന്തായാലും നമ്മളൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം. നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ പൂ പറിക്കുന്ന പോലെ പറിച്ച് കളയാൻ കഴിവുള്ള ആളുകളാണ് സൈക്യാട്രിസ്റ്റുകൾ. അപ്പോൾ ഒരു നിലക്കും സമാധാനം കിട്ടുന്നില്ല എങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക. അവർ കൗൺസിലിംഗ് ചെയ്യും. എന്നിട്ട് മാറുന്നില്ലെങ്കിൽ ടാബ്ലറ്റ്സ് തരും, അത് കഴിക്കുക. ഇത് പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയുന്ന ഒരു അസുഖം തന്നെയാണ്. താങ്ക് യു.